morning, all of you. All of you mark your attendance in the chat box. Okay. In the previous class, we learned about nuclear family, nuclear power, geothermal power, etc. Right? Today, we are going to discuss about tidal energy. What is the meaning of tidal? What is the meaning of tidal energy? The tidal energy എന്ന് പറഞ്ഞാലേ which is the tidal energy station? First tidal energy station. Energy generated from tides is called tidal energy. Tidal energy can be harnessed by building dams at narrow openings of the sea. During high tide, the energy of the tides is used to turn the turbine installed in the dam to produce electricity. Russia, France, and the Gulf of Kats in India have huge tidal mill farms. The tidal nu pannale, what is the meaning of tidal? The tidal nu pannale, what is the meaning of tidal? ആർക്കാ പറയാൻ പറ്റാ tidal meaning of tidal? ഒരു മിനിറ്റ്. What is the meaning of tidal? എന്താ tidal എന്ന് പറഞ്ഞാല്? മലയാളത്തിൽ പറഞ്ഞാൽ മതി. വേലിയേറ്റവും വേലിയിറക്കവും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ടൈഡൽ എന്ന് പറഞ്ഞാൽ എന്താ? What is the meaning of tidal? Tidal means വേലിയേറ്റം. കടലിൽ സംഭവിക്കുന്നതാണ് അല്ലേ? നമ്മൾ ന്യൂസ് ഒക്കെ കാണാറില്ലേ, വേലിയേറ്റം വേലിയിറക്കം? യെസ്. ഇപ്പൊ വേലിയേറ്റം എന്നാണ് ടൈഡലിന്റെ മീനിങ്. എനർജി ജനറേറ്റഡ് ഫ്രം ടൈഡ്സ് കോൾഡ് ടൈഡൽ എനർജി. ടൈഡ്സിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ തിരമാലകളിൽ നിന്നുണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയാ? Tidal energy എന്ന് പറയാം. Energy generated from tides. Energy generated from tides called tidal energy. Tidal energy can be harnessed by building dams at a narrow opening of the sea. During high tide, the energy of the tides is used to turn turbine installed in the dam to produce electricity. Electricity, how to produce electricity നമ്മൾ പഠിച്ചല്ലേ അല്ലെ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ ഡ്യൂറിങ് ഹൈ ടൈഡ്, അതായത് നല്ല ഹൈ ടൈഡ് എനർജി ഉള്ളപ്പം ഓഫ് ദ ടൈഡ്സ് ഈസ് യൂസ്ഡ് ടു ടേൺ, അതെന്തിനു ഉപയോഗിക്കുന്നു? ടേൺ ദ ടർബൈൻ, ടർബൈൻ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഡ്യൂറിങ് ദി ഹൈ ടൈഡ് ഓഫ് ദ ടൈഡ് എനർജി, അതായത് നല്ല വേലിയേറ്റുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല തിരമാലയുള്ള സമയത്ത് എനർജി ഓഫ് ദ ടൈഡ്സ് ഈസ് യു, ആ സമയത്തുള്ള എനർജി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ടർബൈൻ, ടേൺ ദ ടർബൈൻ ഇൻസ്റ്റാൾഡ് ഇൻ ദ ഡാം, ഇവിടെ ഡാമുകളിൽ, ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഡാമുകളിൽ നമ്മൾ ഉപയോഗിക്കും. ടർബൈൻ കറക്കിട്ട് അല്ലെ? ഡാമുകളിലല്ലേ നമ്മൾ കൂടുതലായും നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? കടലിൽ പോയിട്ടാണോ? അല്ല. അപ്പൊ ഡാമുകളിലെ ഈ ടൈഡൽ എനർജി, ഈ വേവ് അല്ലെങ്കിൽ ഈ ടൈഡ്സിന്റെ എനർജി കൊണ്ട് ടർബൈൻ ടേൺ ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. Then Russia, France and Gulf of Kats in India have huge tidal mill farms. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈഡൽ എനർജി അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാ? റഷ്യയിൽ, സോറി ഇന്ത്യയിൽ എന്നല്ല, ലോകത്തില്. Then Russia, France and Gulf of Kats, ഈ 3 സ്ഥലങ്ങളിലാണ് ടൈഡൽ എനർജി കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റഷ്യ, ഫ്രാൻസ്, അതുപോലെ ഇന്ത്യയിലെ ഗൾഫ് ഓഫ് കാറ്റ്സ്. ദീസ് ആർ ദ പ്ലേസസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ജനറേറ്റഡ് ഫ്രം tides, energy generated from tides called tidal energy. Tidal energy can be harnessed by building dams at a opening of the sea, narrow opening of the sea. During the high tide, the energy of the tides is used to turn the turbine installed in the dams to produce electricity. Okay. Then Russia,
France and the Gulf of Cats. Huge tidal mill farms. ഏറ്റവും കൂടുതൽ tidal mill farms ഉള്ളത് റഷ്യയിലും ഫ്രാൻസിലും അതുപോലെ ഇന്ത്യയിലെ Gulf of Catchലുമാണ്. Next one, biogas. We know about biogas. All you heard about biogas, right? അല്ലേ? ആരെങ്കിലും വീട്ടിലുണ്ടോ ബയോഗ്യാസ്? ബയോഗ്യാസ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും വീടുകളിൽ? എങ്ങനെയാ ബയോഗ്യാസ് ഉണ്ടാക്കുക അതറിയോ? ഏതിൽ നിന്നാണെന്നറിയോ? ബയോഗ്യാസ് പശുവിന്റെ ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അതുപോലെ ഇപ്പൊ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് അടുക്കള വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഗ്യാസ് ഉണ്ടാക്കുന്നില്ലേ? ഇപ്പൊ ന്യൂ ടെക്നിക്സ് വർ അഡോപ്റ്റഡ്. ഓക്കെ, ലിസൺ. ബയോഗ്യാസ്, organic waste such as dead plant and animal material, animal dung and kitchen waste can be converted into gases fuel called biogas. The organic waste is decomposed by bacteria in biogas digesters emit biogas, which is essentially a mixture of methane and carbon dioxide. Biogas is an excellent fuel for cooking and lighting and produces huge amount of organic manure each year. Energy is everywhere, but we can see that harnessing this energy is both difficult as well as costly. Each one of us can make a difference by not wasting energy. Energy saved is energy generated. Act now and make brighter energy future. We heard about biogas. Most of them you know about biogas. We saw biogas in different many houses. Yes. Then organic waste such as dead animals or dead plants or kitchen waste or vegetable waste. അല്ലെ? പച്ചക്കറിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽ ചത്തിട്ടുണ്ടെങ്കിൽ അതിന്റെയോ അല്ലെങ്കിൽ ആനിമൽ മെറ്റീരിയൽ മീൻസ് ആനിമൽ ചത്തതെന്നല്ല, ആനിമൽ മെറ്റീരിയൽ കൗഡങ് അതുപോലെ എന്താ ചാണകമൊക്കെ ഇല്ലേ, ചാണകം അതിൽ നിന്നൊക്കെ. ദെൻ പിന്നെ ഡെഡ് പ്ലാന്റ്, അതായത് പശുവിന് കൊടുത്ത പുല്ലിന്റെ ബാക്കി അല്ലെങ്കിൽ കാടും അതൊക്കെ പറിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. പണ്ടൊക്കെ ചാണകത്തിൽ നിന്നായിരുന്നു കൂടുതലായിട്ടും ബയോഗ്യാസ് ഉണ്ടായത്. പണ്ടുള്ളവർക്കൊക്കെ നമുക്കറിയാം ക്യാച്ചിൽ റിയറിംഗ് ഇസ് ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി അല്ലെ, ഏറ്റവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് ആയിരുന്നു ഓരോ വീടുകളിലും ക്യാറ്റിൽ റിയറിംഗ് എന്ന് പറയുന്നത്. എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും പശു ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവർക്ക് എന്താ, പശുവിനെ വളർത്തി കഴിഞ്ഞാൽ ചാണകം കിട്ടും. ചാണകം കിട്ടിക്കഴിഞ്ഞാൽ കൃഷി നടത്താം, കൃഷിക്കുള്ള വളമായി അല്ലെ. പിന്നെന്താ, ബയോഗ്യാസ് ഉണ്ടാക്കാം. ബയോഗ്യാസ് അടുക്കളയിലേക്കുള്ള ബയോഗ്യാസ് ഉണ്ടാക്കാം. പിന്നെയോ പാല് അല്ലെ, വെണ്ണ, നെയ്യ്, ഇതിലൊക്കെ എല്ലാ വരുമാനവും ഇതിൽ കിട്ടുന്നതുകൊണ്ട് പണ്ടുള്ള വീടുകളിലൊക്കെ എല്ലാ അടുപ്പിലും പശു ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നമുക്ക് എന്താ HP അല്ലെങ്കിൽ ഭാരത് അല്ല ഇന്ത്യൻ വീടിന്റെ മുന്നില് ഒരു സാധനം വന്ന് വീഴുന്ന വെച്ചേക്കാം, കുറച്ച് ക്യാഷ് പറക്കി കൊടുത്ത് കുറച്ച് ക്യാഷും കൊടുത്തിട്ട് ബുക്ക് കൊടുത്ത് അവർ അടയാളപ്പെടുത്തി തരും. ഈ ഗ്യാസ് ഒരു സാധനം അവിടെ വലിച്ചിടും, അത് വലിച്ച് വീടിന്റെ അടുക്കളയിൽ കൊണ്ടുപോയി ഒന്ന് ഫിറ്റ് ചെയ്താൽ സാധനം റെഡി അല്ലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നോ? അല്ല, പണ്ടുള്ളവരെന്താ, they were depending on biogas. They were depending on cow or cattle. Nowadays our atmosphere is always changing. We use many other gases such as gas from organic I mean dead plants, then animal waste, then kitchen waste, etc. Okay, yes. Then ഇതിനെയാണ് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയാം അല്ലെ. അതായത് ഓർഗാനിക് വേസ്റ്റ് സച്ച് ആസ് ഡെഡ് പ്ലാന്റ്, ആനിമൽ മെറ്റീരിയൽ, ആനിമൽ ഡങ് ആൻഡ് കിച്ചൺ വേസ്റ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഗ്യാസസ് ഫ്യൂൽ. ഇതിനെന്ത് ചെയ്യുന്നു, ഈ കിച്ചൺ വേസ്റ്റിനെയും അല്ലെങ്കിൽ പശുവിന്റെ ചാണകത്തെയോ അല്ലെങ്കിൽ പുല്ലിനെയും അതൊക്കെ വേസ്റ്റിനെയും ഒക്കെ എന്ത് ചെയ്യും, ഗ്യാസിന്റെ രൂപത്തിൽ ഗ്യാസ് ഫ്യൂലായി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇത് ബയോഗ്യാസ്. The organic waste is decomposed by bacteria in biogas digesters to emit biogas, which is essentially a mixture of methane and carbon dioxide. ഇതിൽ എന്താ ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത്? മിക്സ്ചർ ഓഫ് മീഥെയിൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെയും മീഥെയിന്റെയും മിക്സ്ചർ ആണ് എന്ത്, ബയോഗ്യാസ്. Then biogas is an excellent fuel for cooking and lighting and produces huge amount of organic manure each year. ബയോഗ്യാസ് ഈസ് ആൻ എക്സലന്റ് ഫ്യൂൽ.
എക്സലന്റ് ആയ ഫ്യൂൽ ആണ്. എന്തിനാ ഉപയോഗിക്കുക? യൂസ്ഡ് ഫോർ കുക്കിംഗ്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ ലൈറ്റിംഗ് അല്ലെ, ലൈറ്റിംഗ്, ലൈറ്റിങ്ങും അതുപോലെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്സലന്റ് ഫ്യൂൽ ആണ് ഇത് ബയോഗ്യാസ്. മനസ്സിലായോ എന്താന്ന്? ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ് ആണ് അല്ലെ, അധികം വില കൊടുക്കണം. നമുക്കറിയാം ഇപ്പൊ ഗ്യാസ്, അതായത് നമ്മുടെ ഭാരത് ആയാലും ഇന്ത്യൻ ആയാലും അല്ലെങ്കിൽ HP ആയാലും ഗ്യാസ് ഇറക്കണമെങ്കിൽ ഇപ്പൊ 1000 രൂപയുണ്ടല്ലേ, 1000 മറ്റാണെന്ന് തോന്നുന്നു. ഏകദേശം അതിനോട് അടുത്ത് വേണം. അത് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം ഒക്കെ എത്തുള്ളൂ. പക്ഷെ നമ്മൾ ബയോഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്താ ഉപകാരം? പശു ഉണ്ട്, പശു ആയി കഴിഞ്ഞാൽ പാല് കുടിക്കാം, അതിന്റെ നെയ്യെടുക്കാം, വെണ്ണ ഉണ്ടാക്കാം, മോരുണ്ടാക്കാം. അതുപോലെ കൗഡങ്, കൃഷിക്ക് ആവശ്യമായ ചാണകം കിട്ടും. പിന്നെ നമുക്ക് ബയോഗ്യാസ് ആയി. ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ ചീപ്പ് റേറ്റ് ആണ് അല്ലേ, അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. വായിച്ചു നോക്കിയാട്ടെ. വായിച്ചു കഴിഞ്ഞെങ്കിൽ അതിൽ എക്സസൈസ് ഉണ്ട്. ആൻസർ ദ ഫോളോയിങ്, ദെൻ ടിക്ക് ദ കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ടിക്ക് ദ കറക്റ്റ് ആൻസർ ഇസ് യുവർ ഹോംവർക്ക്. ഓൾ ഓഫ് യു മാർക്ക്. ദെൻ ആൻസർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ കണ്ടോ? നെയിം എനി 3 കോമൺ മിനറൽസ് യൂസ്ഡ് ബൈ യു എവരി ഡേ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 3 കോമൺ മിനറൽസിന്റെ പേര് പറയാം. കോമൺ മിനറൽസ്. നമുക്ക് ആൻസർ എഴുതിയാലോ എന്നാലും പെട്ടെന്ന്, ഇത്രയും തീരുമല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ടിക്ക് ദ കറക്റ്റ് ആൻസർ എഴുതാനുള്ള സ്ഥലം അവിടെ വിടുക. ഒരു പേജ് അവിടെ വിട്ടിട്ട് അടുത്ത പേജിൽ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലെസൺ തീർന്ന 2നും കൂടെ ബേർഡൻ ആവില്ലേ, നോട്ട് തരാനുള്ളതുകൊണ്ട്. ഓക്കെ, എഴുതാ. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. Answer these questions. First one, name any 3 common minerals used by you every day. ഏതൊക്കെയാ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാട്ടെ? അയൺ, ഗോൾഡ്, സാൾട്ട് അല്ലേ? അയൺ, IRON, അയൺ, ഗോൾഡ്, and salt. And salt are the common minerals. That we use every day. Okay. Then second one, what is an ore? What is an ore? എന്താ ഓർ എന്ന് പറഞ്ഞാല്? What is an
ore, O-R-E. എഴുതാ ആൻസർ. A rock from ROCK. A rock from which? A rock from which? A particular mineral. A particular mineral can be profitably extracted is called mineral. Sorry, is called ore. Then where are the ores of metallic minerals generally located? Where are the metallic minerals generally located? The metallic minerals generally located in igneous and metamorphic rocks, right? Alle metallic minerals nammal evide kanakuda? Ores of metallic minerals generally located in igneous and metamorphic rocks, right? Ezhuda the ores of ORPS, ores of metallic minerals, ores of metallic minerals are generally located in igneous and metamorphic rocks. Igneous and metamorphic. Igneous and metamorphic rocks. Okay. Then third one. Name 2 regions rich in natural gas resources. Name 2 regions. 2 regions ine peri. Name 2 regions rich in natural gas resources. Russia and Netherlands. Ezhuda Russia and Netherlands. Russia and small capital ayipoyo. Russia and Netherlands. Russia and Netherlands are 2 regions rich in natural gas resources. Rich in natural gas resources.
Okay. Then fourth one. Which source of energy would you suggest for? Which source of energy which source of energy would you suggest for rural areas, coastal areas and arid regions? ഒന്നാമത്തത് റൂറൽ ഏരിയാസിൽ നമുക്ക് എങ്ങനെയുള്ള എനർജിയാ സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഏതാ? കോൾ ആൻഡ് സോളാർ എനർജി. ഒന്നാമത്തത് റൂറൽ ഏരിയാസിൽ. മീനിങ് മനസ്സിലായോ? വിച്ച് എനർജി, വിച്ച് സോഴ്സ് ഓഫ് എനർജി വുഡ് യു സജസ്റ്റ് ഫോർ? അതായത് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് റൂറൽ ഏരിയാസിലെ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? അതുപോലെ കോസ്റ്റൽ ഏരിയാസിൽ എങ്ങനെയുള്ള ഇതാണ്? Then arid regions. ഇപ്പൊ ഇത് ഒന്നാമത്തെ റൂറൽ ഏരിയാസിലെ റൂറൽ ഏരിയാസ് coal and solar energy, COAL, coal and solar energy. Coal and solar energy. Then biogas and firewood. Coal and solar energy. Then biogas and what? Biogas and firewood, right? Biogas and firewood. Firewood can be used as sources of energy. Okay. Then next one is coastal areas. Next one, coastal areas. തീരപ്രദേശങ്ങളിൽ. Coastal areas. Wind power. അതായത് കാറ്റിന്റെ wind power. Then wind power. Then petroleum. Wind power, petroleum. And tidal power. Petroleum and tidal power. Tidal power നമ്മൾ എന്താന്ന് പഠിച്ചു അല്ലേ? Tidal power എന്താ? Tidal energy from tides അല്ലേ? Petroleum and tidal power. Coastal areas wind power, petroleum and tidal power. നമ്മൾ പറഞ്ഞു കോസ്റ്റൽ ഏരിയാസിലെ റൂറൽ ഏരിയാസിലെ കോള്, സോളാർ എനർജി, ബയോഗ്യാസ്, ഫയർവുഡ്. ദെൻ കോസ്റ്റൽ ഏരിയാസിലെ വിൻഡ് പവർ, പെട്രോളിയം ആൻഡ് ടൈഡൽ പവർ. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലായോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് കോസ്റ്റൽ ഏരിയാസിൽ എങ്ങനെയുള്ള സോഴ്സസ് ആണ്, എനർജി സോഴ്സസ് ആണ്, അതുപോലെ റൂറൽ ഏരിയാസിൽ എങ്ങനെയുള്ളതാണെന്നാണ്. ക്വസ്റ്റ്യൻ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ,
arid region, ARID. ഏതൊക്കെയാ? ജിയോതെർമൽ എനർജി, ജിയോതെർമൽ എനർജി, ജിയോതെർമൽ എനർജി. പിന്നെയോ ജിയോതെർമൽ പവേഴ്സ് ആൻഡ് സോളാർ എനർജി, ജിയോതെർമൽ പവേഴ്സ് ആൻഡ് സോളാർ എനർജി. solar energy. Okay. മാറിപ്പോവാൻ പാടില്ല. എന്താ arid region എന്ന് പറഞ്ഞാൽ എന്താ? ആരിഡ്, ARID, ആരിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വരണ്ട അല്ലെ, അല്ലെങ്കിൽ നല്ല ചൂടുള്ള വരണ്ട റീജിയൻസ്. മലയാളത്തിൽ അറിയില്ലെങ്കിൽ എഴുതിക്കോ, ആരിഡ് എന്നുള്ളതിന്റെ മുകളിൽ എഴുതിയേക്ക വരണ്ട. ഡ്രൈ റീജിയൻസ് ആണ് കേട്ടോ. ആരിഡ് മീൻസ് ഡ്രൈ റീജിയൻസ്. Then fifth one, give 5 ways in which you can save energy at home. 5 ways which you can save energy at home. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? TV, അതുപോലെ ലൈറ്റ്, ഫാന്, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യാ? ആവശ്യം കഴിഞ്ഞാല് ഓഫ് ആക്കുക അല്ലെ? ചെയ്യാൻ പറ്റുന്ന കാര്യല്ലേ? അതുപോലെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ലൈറ്റ് ഇടുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജീനെ ലാഭിക്കാൻ പറ്റും. എഴുതുക. TVs, പെട്ടെന്ന് എഴുതണേ, ടൈം കഴിയാനേ. TVs, lights, LIGHT, lights, fans, electronic gadgets, TV, lights, electronic. Electronic gadgets,
should be switched off, should be switched off, should be switched off when not in use, when not in use. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അതൊക്കെ ഓഫ് ആക്കി വെക്കുക, ആവശ്യം കഴിഞ്ഞ ഉടനെ ഓഫ് ആക്കുക. പിന്നെയോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കീപ് ദ ലൈറ്റ്സ്, കീപ് ദ lights, L-I-G-H-T, lights on, in the lights on in the, keep the lights on in the room only, room only when needed. ആവശ്യമുള്ള സമയത്ത് മാത്രം ലൈറ്റ് ഉപയോഗിക്കുക, only when needed. And unplug and unplug electrical, unplug electrical devices, electrical devices when not in use, when not in use. Okay. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ക്ലാസ്സിൽ നോട്ട് തന്നേന്നറിയോ? നമ്മുടെ 2 ലെസണും, അതായത് ഹിസ്റ്ററിയുടെ ലെസണും കഴിഞ്ഞു, ജിയോഗ്രഫിയുടെ ലെസണും ഒരുമിച്ച് കഴിഞ്ഞു പോയി അല്ലേ? രണ്ടും ഒരുമിച്ച് തീർന്നപ്പോ നമുക്ക് രണ്ടും കൂടെ വാട്സപ്പിൽ നോട്ട് തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ നോട്ട് ഇപ്പൊ തന്നെ ഡയറക്റ്റ് ആയി തന്നത്. മനസ്സിലായല്ലോ? ഈ നോട്ട് കംപ്ലീറ്റ് ആയി, ഈ ലെസൺ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ഇതിന്റെ ഷോർട്ട് നോട്ട്, സോറി, ടിക് ദ കറക്റ്റ് ആൻസർ എഴുതുക. ബാക്കിയുള്ളത് മിസ് കൺവെൻഷൻ ഗിവ് റീസൺസും ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ്ങും വാട്സപ്പിലൂടെ തരാം കേട്ടോ. അതായത് മറ്റേത് തരുന്നതിന് മുന്നേ ഇത് ഞാനിപ്പോ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം 10 മണിക്ക് ഇതിന്റെ ബാക്കി. ഓക്കെ, ഓക്കെ, ഫിനിഷ് അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ പെട്ടെന്ന്, ഇപ്പൊ കട്ടാവും ഒക്കെ ക്ലാസ്. സ്ക്രീൻഷോട്ട് എടുത്തോ ദിയ? ഓക്കെ, ഷോൺ, ഇജാസ്, എങ്ങനെയായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ എഴുതിയിട്ട് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് എഴുതിയാലും കുഴപ്പമില്ല, ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഫസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റൻ ആൻസർ എഴുതിയാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഏതായാലും നോട്ട് കംപ്ലീറ്റ് ഉണ്ടാവണമെന്ന് മാത്രം. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.